ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് പേര് എനിക്ക് വിഷമിച്ചിരിക്കുന്നത് കണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എന്നെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാരെക്കാട്ടിലും എന്നെ അറിഞ്ഞൂടാത്ത ആൾക്കാരാണ് കൂടുതലും മെസ്സേജ് അയച്ചതും എന്നെ കെയർ ചെയ്ത് സംസാരിച്ചതും എല്ലാം. അപ്പോൾ അതിന് ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ എൻ്റെ അടുത്ത് കാണിച്ച ഈ ഒരു സ്നേഹത്തിന് ഞാൻ നിങ്ങൾക്കൊന്നും ചെയ്തു തന്നിട്ടില്ല. പക്ഷേ എന്നാലും നിങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് സമയം എനിക്ക് വേണ്ടി മാറ്റി വെച്ച് എൻ്റെ കൂടെ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ആരെങ്കിലും എന്നെപ്പോലെ ഇങ്ങനെ വിഷമിച്ച് കട്ടിലിൽ നിന്ന് എണീക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്കും ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. യൂസ്ഫുൾ ആണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ എടുത്ത വീഡിയോ ആണ്. അതായത് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്ത് പിന്നും ഒരു ദിവസം കഴിഞ്ഞ് വീണ്ടും ഞാൻ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. എന്ത് ചെയ്യും, എന്താ, എങ്ങനെയാണെന്നും അറിഞ്ഞുകൂടാതെ അങ്ങനെ ഇരുന്നു. പിന്നെ ഞാനിങ്ങനെ കൗൺസിലിംഗ് എടുത്തു കേട്ടോ. അത് ഓൺലൈനായിട്ടാണ് എടുത്തത്. അപ്പോൾ കൗൺസിലിംഗ് എടുത്തപ്പോൾ എനിക്ക് ബെറ്ററായിട്ട് തോന്നി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും അപ്പോൾ അത് എന്നെ നന്നായിട്ട് അത് ഹെൽപ്പ് ചെയ്തു. പിന്നെ കുറച്ച് ബ്രീതിങ് എക്സസൈസൊക്കെ ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് തൊട്ട് വൈകുന്നേരം വരെ ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു. വൈകുന്നേരത്തിന് ശേഷമാണ് ഞാൻ പിന്നെ ഒന്ന് നേരെ എണീച്ച് നിന്നത്. എൻ്റെ പകുതി വെയിറ്റ് കുറഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ കണ്ടിട്ട് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്രയും മെലിഞ്ഞു ദൈവമേ എന്നുള്ളത്. ഞാൻ കഷ്ടപ്പെട്ട് വണ്ണം വെച്ച് വന്നതായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ഭയങ്കരമായിട്ട് വീക്കായിപ്പോയി ഫിസിക്കലിയും മെൻ്റലിയും ഒക്കെ. അപ്പോൾ ഞാൻ കട്ടിലിൽ നിന്ന് എണീച്ച ഉടനെ ആദ്യം തന്നെ ഞാൻ ചെയ്ത കാര്യം മുടി ചീകി വൃത്തിയാക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ എൻ്റെ മുടി ഇത്രയും ദിവസം ചീകാതെ, മുടിയെന്നല്ല എല്ലാ കാര്യവും ഞാൻ ഇത്രയും ദിവസം ഇങ്ങനെ ചെയ്യാതിരുന്നിട്ടില്ല. ഞാനത് വീണ്ടും എടുത്ത് പറയണത് ഞാൻ അങ്ങനെ ഇരുന്നു എന്നുള്ളത് എനിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര പോസിറ്റീവായിട്ടൊക്കെ ഇങ്ങനെ എണീച്ച് മുടിയൊക്കെ പക്ഷേ ചീവാൻ തുടങ്ങിയെങ്കിലും മുടി കൊഴിയണത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ഇത്രയും മുടി കൊഴിച്ചിൽ എനിക്ക് ഉണ്ട്, ചെറുതായിട്ടുണ്ട്. ഞാൻ ഇതിന് മുമ്പ് ഇട്ട വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുടി കൊഴിച്ചിലുണ്ടെന്ന്. എന്നും പറഞ്ഞ് ഇത്രയൊന്നും മുടി കൊഴിയത്തൊന്നുമില്ല കേട്ടോ. എൻ്റെ തലേന്ന് ശരിക്കും മുടി പോയായിരുന്നു. ശരിക്കും മുടി എന്ന് പറഞ്ഞാൽ ശരിക്കും മുടി പോയായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ പ്രണവും അടുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനും ഞാനിങ്ങനെ വിളിച്ച് കാണിക്കുന്നുണ്ട്, നീ കണ്ടോ ഇങ്ങനെ ഇത്രയും മുടി പോയി എന്നുള്ളത്. ഇനി എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല. പോയത് പോയി. ഇനി നമുക്ക് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തെടുക്കണം. ഞാൻ എണ്ണ തേക്കാമെന്ന് വിചാരിച്ചു. നമ്മളെന്തും കാച്ചിയ എണ്ണയൊക്കെയാണ് ഉണ്ട് ഇത്രയും ഒരളവ്. ഞാൻ എപ്പോഴും എണ്ണ തേച്ചാലും സ്കാൽപ്പിലായിരിക്കും കേട്ടോ നന്നായിട്ട് തേക്കുന്നത്. പിന്നെ ഇത്രയും ഡ്രൈ ആയിട്ടാണ് ഇത്രയും മുടി ഇങ്ങനെ ഒത്തിരി പോയത്. പിന്നെ തുമ്പും നന്നായിട്ട് കുറഞ്ഞത് കണക്ക് എനിക്ക് തോന്നുന്നു. ഞാൻ മുടി വെട്ടിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് കയറ്റി വെട്ടണം എന്ന് വിചാരിക്കണം. പിന്നെ ഞാനിങ്ങനെ ചതിച്ചു എന്നൊക്കെ പറഞ്ഞത് കൊണ്ടാണെന്ന് തോന്നുന്നു കുറേ പേര് ഞാനും പ്രണവും തമ്മിലുള്ള പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങൾ തമ്മിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലം ആണോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങളിങ്ങനെ ഇണക്കുരുകളാണെന്നൊന്നും ഞാൻ പറയത്തില്ല. ഞങ്ങൾ തമ്മിൽ അടിയും പ്രശ്നങ്ങളൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളില്ലാത്തൊരു ഫാമിലി ലൈഫ് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇത് എൻ്റെ കയ്യിൽ നിൽക്കാത്തൊരു വേറൊരു പ്രശ്നമാണ്. അങ്ങനെയാണ് ഞാൻ വിഷമിച്ച് അങ്ങനെ ഒരു വീഡിയോ അങ്ങ് ഇട്ട് പോയത്. പിന്നെ ഞാനൊന്ന് കുറച്ച് ഓക്കെ ആയി വന്നപ്പോൾ എന്നെ കുറച്ചുകൂടെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് സിനിമയെക്കുറിച്ചും അങ്ങനെ എന്നെ പറഞ്ഞ് എൻ്റെ മൈൻഡൊക്കെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. നിനക്ക് ആ ട്രെയിലർ ആദ്യം ഇഷ്ടപ്പെട്ടില്ലല്ലോ, ഇപ്പൊ ആ ട്രെയിലർ അല്ലല്ലോ മന്ദബുദ്ധി. ആ ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല, നീ എന്നെ ഇത് ടീസറാണ് നീ എന്നെ ആദ്യം കാണാൻ വിളിച്ചത്, മറ്റേ ഇത് അടിക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല എന്തിനാണ്. പിന്നെ നീ ഇത് ഉർവശീലാണെന്ന് പറഞ്ഞാൽ ഞാൻ വന്നിരുന്ന് കാണാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടത് ടീസറാണ്, നീ ഇഷ്ടപ്പെട്ടില്ല എന്നല്ല. ഇപ്പൊ നിനക്കത് കൊള്ളാം, അത് നല്ല രസമായിരുന്നു, എനിക്ക് കാണണം തോന്നണം. അത് കുഴപ്പമില്ല, പറ. ഇപ്പൊ കാണാൻ രസമുണ്ട്. പിന്നെ പാണ്ഡ്യരാജ് പടമായതുകൊണ്ട് എനിക്ക് ഡൗട്ടാണ് ഒരു സീരിയൽ ലെവലില്. എന്നാലും ഉർവശിയുടെ കോമഡി പറയണത് എന്താ പറയുന്നത്? അയ്യോ പലരും എൻ്റെ സ്കിന്ന് നന്നായിട്ടിരിക്കണം എന്ന് പറയണം. ഞാനൊന്നും കേട്ടിട്ടില്ലല്ലോ. എടാ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞടാ തന്നെ, നീ എടുത്ത് വെച്ച് നോക്ക്. ഞാൻ സ്കിൻ കെയർ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടും. പിന്നെ മാസ്ക് ഇടും, തൈരും കടലമാവ്. അല്ല ഞാൻ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അലോവേറ ഇടും. പിന്നെ ഈ പറഞ്ഞ കണക്ക് കടലമാവും തൈരും മിക്സ് ഇടും.
ഇത് രണ്ടുമാണ് മെയിനായിട്ട് ചെയ്യണത്. പിന്നെ നമ്മൾ ഫോക്സ് ടെയിലിൻ്റെ ആ മാസ്ക് ഞാൻ കാണിച്ചിട്ടുണ്ട്, അതിടും. ഇത്രയൊക്കെ തന്നെ. പിന്നെ മാസത്തിൽ 1-2 തവണ നമ്മൾ ഗ്ലൈക്കോളിക് ആസിഡ്, അതും 1-2 ഡ്രോപ്പ് എൻ്റെ മോയ്സ്ചറൈസറായിട്ട് മിക്സ് ചെയ്തേ ഞാൻ ഇടത്തുള്ളൂ. അങ്ങനെ ഇടുമ്പോൾ തന്നെ ചിലപ്പോൾ എനിക്കൊരു ചെറിയ പൊള്ളൽ പോലെ വരും. പക്ഷേ എനിക്ക് ഈ സിറംസൊക്കെ യൂസ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അലർജി ഉള്ളതുകൊണ്ട് പറ്റത്തില്ല. അങ്ങനെ എനിക്ക് എന്തോ നിനക്കല്ല, എനിക്കാണ് എന്തോ പോലെ വന്നത് അവിടെ ഇരുന്നപ്പോൾ. എന്നെ ചിരിപ്പിക്കാൻ ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ. അപ്പം ഞാൻ പോയി കുളിച്ചിട്ട് അതിൽ ചവിട്ടിക്കൊണ്ട് കുളിക്കണം. അല്ലാതെ ഞാൻ നീർക്കണത് ഇങ്ങോട്ട്. അതിന് ശേഷം ഞാൻ റൂമിന് വെളിയിൽ ഇറങ്ങി. ആൾക്കാർക്ക് ബോറടിക്കണായിരിക്കും നമ്മളിങ്ങനെ പറഞ്ഞോണ്ടിരിക്കണം. പോയി മുടി വെട്ട് പ്രണവേ. ആരാണ് അങ്ങനെ പറയണത്? എൻ്റെ അമ്മ. വല്ലവേദന പറഞ്ഞാലും മുടി വെട്ടിയാൽ മാറുമെന്ന് പറയുന്ന ഒരാളാണ്. അതെങ്ങനെയാണ് കണക്ഷൻ എന്നുള്ളത് ഇതുവരെ മെഡിക്കൽ സയൻസിനോടും കണ്ടിരിക്കാൻ പറ്റും. അപ്പം ശരി, ഞാൻ പോയി കുളിക്കണത് കാണിക്കണം. പോടാ. ഇനി ഞാൻ കഷം കാണിച്ചു എന്നൊരു പരാതി സർക്കാർ കടലാസിൽ എങ്ങനെ എഴുതും പിള്ളേച്ചാന്ന് ആരെങ്കിലും ചോദിക്കുമോ എൻ്റെ അടുത്ത്? കുളിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഹെയർ കെയർ വീഡിയോയിലൊക്കെ ഞാനിങ്ങനെ 3 ഡേയ്സിൽ ഒരിക്കലാണോ ഹെയർ വാഷ് ചെയ്യണമെന്ന്. എൻ്റെ ഡിക്ഷണറിയിലേ അങ്ങനെ ഒരു സംഭവമില്ല കേട്ടോ. എനിക്ക് എല്ലാ ദിവസവും ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ഭയങ്കര ചൂടായിട്ട് തോന്നും. പിന്നെ എനിക്ക് പറയാനുള്ളത്, ആരെങ്കിലും എന്നെപ്പോലെ ഇങ്ങനെ ബുദ്ധിമുട്ടി ഭയങ്കര കഷ്ടപ്പെട്ട് സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കൗൺസിലിംഗ് എടുക്കണം കേട്ടോ. നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എനിക്കത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയതുകൊണ്ടാണ് പറയുന്നത്. ചിലർക്ക് അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയുള്ളൊരു യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട്, അങ്ങനെ കണ്ടു നോക്കുക. കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഒന്ന് എടുക്കാമെന്ന് തോന്നും. നമ്മളെ വിഷമവും സങ്കടവും എന്നും നമ്മളത് മാത്രമാണ് കേട്ടോ. അത് നമ്മൾ എത്ര വേറൊരാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്താലും അതൊരു കഥ പോലെ അവർക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അവർക്ക് ചെറിയ വിഷമം ഉണ്ടാകും. പക്ഷെ നമ്മൾ ആ ഒരു ഫീൽ ചെയ്യണതിൻ്റെ ആ അത്രയും ഒരു ആഘാതം അല്ലെങ്കിൽ അത്രയും ഒരു പെയിൻ അവർക്ക് അത് എന്താണെന്ന് മനസ്സിലാകത്തില്ല. നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും ഇങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും അവരെ ഇങ്ങനെ കുറേയൊക്കെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും, എല്ലാം ചെയ്യും. പക്ഷേ നമുക്ക് വീണ്ടും ആ കാര്യങ്ങൾ എത്ര പറഞ്ഞാലും മതി വരാതെ നമ്മളിങ്ങനെ കരഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മളതൊക്കെ ഓവർകം ചെയ്ത് നമ്മളെ കാര്യങ്ങൾ സ്വയം ചെയ്താൽ മാത്രമേ നമുക്ക് ബെറ്ററായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ശാരീരികമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ഡോക്ടറെ കാണുന്നത് പോലെ തന്നെ മെൻ്റലി ഉള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും ആ ഒരു ഹെൽപ്പ് എടുക്കേണ്ടി വന്നാൽ എടുക്കുക തന്നെ വേണം കേട്ടോ. അതിനൊരു മടിയും ആരും വിചാരിക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.